ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ അറിഞ്ഞോ എന്നെ ക്രിസ്തു മതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വളരെ ഹൃദ്യമായ സ്വാഗതമാണ് എനിക്ക് അങ്ങോട്ടേക്ക് തന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഞാൻ ക്രിസ്തു മതം സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് ഇങ്ങനെ എൻ്റെ വായ കൊണ്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല അല്ലേ? അപ്പോൾ ഞാൻ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം എന്താ എന്നുള്ളത്. വാച്ച് ഇറ്റ്. നിങ്ങൾ കണ്ടില്ലേ എന്താണ് പറഞ്ഞത് എന്ന്? ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കമൻസ് ആണ് കേട്ടോ. എന്നോട് എന്താ പറയുന്നതെന്നറിയോ? സംവാദത്തിന് വാ, ഖുർആന്റെ ആയത്തുകൾ നിരത്തി വെച്ച് സംവാദത്തിന് വാ ഇങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പിണ്ണാക്കുണ്ടാക്കാനാണ് സംവാദത്തിന്? അതിന് എന്ത് ക്വാളിറ്റി ഉണ്ട് അവന് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ എനിക്ക് ഒരു 2-3 കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്, പറയാതെ വയ്യ. ആരിഫ് ഹുസൈന് എടുത്തു പറയുന്ന അവൻ്റെ പ്രത്യയശാസ്ത്രമുണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ട് അവൻ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ, ഇസ്ലാമിനെതിരെ പറയുന്ന പല വിപരീത വ്യാഖ്യാനങ്ങൾ, അവനിപ്പോ സ്വീകരിച്ച അവൻ്റെ പ്രത്യയശാസ്ത്രത്തിലുള്ളതാണ് എന്ത്? കല്യാണം കഴിക്കാണ്ട് സ്ത്രീകളെ ഒപ്പം കൂട്ടാം, സ്വന്തം ജന്മം തന്ന മാതാപിതാക്കളെ അവഗണിക്കാം, മറ്റുള്ളവരെ പുച്ഛിക്കാം. ഐ മീൻ എങ്ങനെയാ? നമ്മളിപ്പം അവൻ്റെ വീഡിയോസിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരായിട്ടുള്ള ഉസ്താദ്മാർ പറയുന്ന വയലായിക്കോട്ടെ, ക്ലാസ്സുകളായിക്കോട്ടെ, ഖുർആന്റെ ആയത്തുകൾ വെച്ചിട്ട് നിരത്തിയിട്ട് അതിൻ്റെ അർത്ഥസഹിതം പറയുന്നവയായിക്കോട്ടെ, അതിനെതിരെ ഇവൻ കളിയാക്കല്. ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവന് ഇപ്പം ജോയിന്റ് ആയ ഈ പ്രത്യയശാസ്ത്രത്തിലുള്ളതാണോ മറ്റുള്ളവരെ കളിയാക്കലും പുച്ഛിക്കലും അവഹേളിക്കലും എല്ലാം? പിന്നെ ഒരൊറ്റ കാര്യം കൂടി, എന്തുകൊണ്ട് ഇവന്റെ പേര് ഉപേക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവര് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശവം ഏതെങ്കിലും പള്ളിക്കാട്ടിൽ മറവ് ചെയ്യരുത് എന്ന് ഇവൻ പറയുന്നില്ല? അതെല്ലാം ധൈര്യസമേതം ഇവൻ പറയട്ടെ. അതൊന്നും എവിടെയും പറയുന്നില്ല. കാരണം മറ്റുള്ള ഉസ്താദ്മാരായിക്കോട്ടെ, ഇതെല്ലാം പറഞ്ഞു വരുന്നവരായിക്കോട്ടെ, അവഹേളിക്കുക എന്നുള്ളത് മാത്രമാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീന ബീവി പറഞ്ഞതിനോടാണ് എനിക്കും യോജിപ്പ് കേട്ടോ. എന്താന്നല്ലേ, ആരിഫ് ഹുസൈനുമായിട്ട് ഡിബേറ്റിന് എന്ത് സംവാദത്തിനാണ് അവനുമായിട്ട്? ഞാൻ പറയട്ടെ, അതിന്റെ യോഗ്യത എന്താണ് അവന്? പിന്നെയും ഞാൻ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തവനോട് അവൻ്റെ നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൻ എന്താണോ ചെയ്യുന്നത്, ഒളിഞ്ഞിരുന്നിട്ട് ആക്രമണം തന്നെയാണ് അവനും ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ചാനലിൽ വന്ന് പറയാമെങ്കിൽ അവന് നിരവധി പേരെ പുച്ഛിച്ചും അവഹേളിച്ചും ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് അവനക്ക് മാത്രം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവനങ്ങ് എഴുതി കൊടുത്ത കാര്യങ്ങൾ എന്തെന്നാ ഈ പറയുന്നത്? അത് അവനങ്ങ് എഴുതി കൊടുത്തതാന്ന് വിചാരിച്ചോ? അവനക്ക് എന്തോ അങ്ങ് വിളിച്ചു പറയാ ഇസ്ലാമിനെ പറ്റിയിട്ട് എന്നുള്ളത്? മുഹമ്മദ് പീഡിപ്പിച്ചു, മുഹമ്മദ് ബലാത്സംഗം ചെയ്തു, ഇല്ലാ വചനങ്ങൾ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു, ഇവൻ എന്തെല്ലാം കാട്ടി നടക്കുന്നു എന്നുള്ളത് ലോകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ? എത്ര എണ്ണം കെട്ടാണ്ട് എങ്ങനെ നടക്കുന്നു? റസൂലിനെ പറയുമ്പോൾ അതിലപ്പുറമുള്ളത് പറയണം. പറയുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ ആരിഫ് ഹുസൈനെ പറയുന്ന ഇവന് നന്നായിട്ടാണോ ഇവിടെ അള്ളാഹുവിന്റെ റസൂലിനെതിരെ ഇവന് വേണ്ടാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത്?
അതാ ഈ ചോദിക്കുന്നത്. ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വയം നല്ലതാണോ എന്ന് പരിശോധിക്കുക ആരിഫെ. സ്വയം നീ നല്ലതാണോ എന്ന് പരിശോധിക്കുക. അങ്ങ് ഇസ്രായേലിൽ പോയാൽ ജൂതത്തിൻ്റെ അടുത്ത് ഞാൻ പറയണോ? പറയാണ്ട് തന്നെ നിന്റെ കാര്യങ്ങൾ, നിന്റെ എല്ലാ ബയോഡാറ്റ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നീ അധികം വെളുപ്പിക്കണ്ട. നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നീ ഒളിഞ്ഞിരുന്നിട്ട് ഒരു ചാനൽ വഴി നിനക്ക് മതം വിറ്റിട്ട് കാശാക്കുന്നത് തന്നെയാണ് നീ. അല്ല എന്ന് പറയാൻ പറ്റുമോ? അത് തന്നെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പറയാം, എന്ത് തോന്നിവാസം നിനക്ക് ഉന്നയിക്കാം, മറ്റുള്ളവർ പ്രതികരിക്കാൻ പാടില്ല. ആ താത്ത വിളിച്ചു, മറ്റേ താത്ത വിളിച്ചു, ഇതെല്ലാം നിന്റെ സ്ക്രിപ്റ്റഡ് ആണ്. കോയ കോളിങ് നീ സ്ക്രിപ്റ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണത്. ഇതിന് മാത്രം താത്തമാർ ഇവിടെ ഇങ്ങനെ ഇസ്ലാമിനെതിരെ പറയാൻ വേണ്ടിയിട്ട് കുത്തിരിക്കുന്നതാ. എല്ലാം നിന്റെ സ്ക്രിപ്റ്റാണ്. അതിന് കുറച്ച് സെൻസുള്ള മനുഷ്യന്മാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം നിന്റെ സ്ക്രിപ്റ്റാണ് എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് ജൂതന്മാരാണ് ഫുള്ളും. എനിക്ക് നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ഫുള്ളും ജൂതന്മാരാണ്. എനിക്ക് മനസ്സിലായ കാര്യമാണ്. തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും ചെയ്തതാണ്. അപ്പോൾ ഇസ്ലാമിനെ അതിൻ്റെ പരിശുദ്ധിയിലൂടെ മനസ്സിലാക്കിയവർ ഒരിക്കലും ഇസ്ലാമിൽ നിന്നും പുറത്തു പോവില്ല. അത് അതിൻ്റെതായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് പിൽക്കാലത്ത് വിജയം വന്നിട്ടുള്ളത്. ഇവനെ പോലെയുള്ളവര് ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും. കുരക്കണം, നിന്റെ പതനം അടുത്ത്. അതുകൊണ്ട് നീ കുരച്ചുകൊണ്ടേയിരുന്നോ. ഇതെല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കുരക്കുന്ന പട്ടികൾ വരും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയേണ്ടിയില്ലല്ലോ. അതുകൊണ്ട് നീ അങ്ങനെ കുരച്ചുകൊണ്ടിരുന്ന കാരണം അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് നിന്റെ ഇതിൽ പറഞ്ഞിട്ടില്ല. മതത്തെ വിറ്റിട്ട് വേണം നിനക്ക് തിന്നാൻ. അല്ലെങ്കിൽ നീ പോയ ജൂതമതത്തിലുള്ള ആൾക്കാരാണ് നിന്നെ തീറ്റിപ്പോറ്റുന്നത് എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ടാണ് നിനക്ക് അവരോട് ഇത്ര ഭയങ്കര ഭയങ്കര സ്നേഹം. അതുകൊണ്ടാണത്. അതുകൊണ്ട് നീ എത്രത്തോളം ഇസ്ലാമിനെതിരെ പറയുന്നുവോ അത്രത്തോളം നമ്മളെ കൊണ്ട് ആവുന്ന തരത്തിൽ നമ്മൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. അതിപ്പോൾ ഒരു ഷെഫീന ബീവി അല്ല, ഇതിലപ്പുറം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേര് വരുന്നുണ്ട്. നീ വിചാരിക്കുന്നല്ലേ നിനക്കെതിരെ ആരും വരുന്നില്ല എന്നുള്ളത്? ഒരുപാട് പേര് വരുന്നുണ്ട്. ഇസ്ലാമിനെ അടുത്തറിഞ്ഞവർ ആരായി കഴിഞ്ഞാലും വരും. ഇസ്ലാമിനെ വിപരീത വ്യാഖ്യാനങ്ങൾ കൊണ്ട് നിന്നെപ്പോലെയുള്ള ചെകുത്താന്മാർ മാത്രമേ വിശദീകരിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് പറയുകയുള്ളൂ. അതിനെ ഇഷ്ടപ്പെടുന്നവർ ഇവിടുന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടേയിരിക്കും കേട്ടോ. നിങ്ങൾ ഇനി എന്ത് തെറി കമൻറ്റ് ഈ വീഡിയോൻ്റെ താഴെ വന്നാലും നെവർ മൈൻഡ്. അപ്പോൾ പോന്നോട്ടെ. എന്ത് തെറി കമൻ്റ് ആയാലും എല്ലാം ഇങ്ങ് പോന്നോട്ടെ. ഓക്കെ.